അത് കൺസെഷൻ കരാറിന്റെ ക്ലോസ് 5.3 പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം പറ്റില്ല എന്നുള്ളതാണ്. ഉടമസ്ഥാവകാശത്തിലെ മാറ്റത്തിലേക്ക് പോയിട്ടില്ല. അതൊരു പ്രാഥമിക ധാരണ. അതിന്റെ ആദ്യഘട്ടം, ഈ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ധാരണ. ആരുമായിട്ട്? ഈ അദാനി കമ്പനിയും MSC കമ്പനിയും തമ്മിൽ പ്രാഥമിക ധാരണ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ഇത്തരത്തിലുള്ള കരാറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന പ്രാഥമിക ധാരണ. ആ പ്രാഥമിക ധാരണ ഉണ്ടാക്കിയ ശേഷം അക്കാര്യം എന്ത് ചെയ്യുന്നു? സെബിയെ അറിയിക്കുന്നു. വിജയ, അതെ, അത് കഴിഞ്ഞ് സെബിയെ അറിയിക്കുന്നു. സെബിയെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ക്യാപിറ്റൽ മാർക്കറ്റിലെ റെഗുലേറ്ററി അതോറിറ്റിയാണ്, അവരെ അറിയിക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് പബ്ലിക് അനൗൺസ്മെന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അദാനിയുടെ വാർത്താക്കുറിപ്പാണ് പബ്ലിക് അനൗൺസ്മെന്റ്. മാധ്യമങ്ങളിലൂടെ അക്കാര്യം അറിയിക്കുന്നു. നാലാമത്തെ സ്റ്റേജ് പിന്നീട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അഞ്ചാമത്തെ സ്റ്റേജ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. ആറാമത്തെ സ്റ്റേജ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അറിയിക്കുന്നു. ഏഴാമത്തെ സ്റ്റേജ് ഓഹരി കൈമാറ്റം ക്ലോസ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ പ്രോസസ്. പക്ഷേ അതിനകത്ത് വിജയ, ഈ പൊതുജനങ്ങളെ അറിയിച്ചതിന് ശേഷമാണോ വിഴിഞ്ഞം കമ്പനിയുടെ ഉടമ കൂടിയായ സർക്കാരിനെ അറിയിക്കേണ്ടത്? അതിൽ ഒരു ധാർമ്മിക പ്രശ്നമില്ലേ? ധാർമ്മിക പ്രശ്നമല്ല. രണ്ടാണ്. നിർഭാഗ്യവശാൽ കരാർ അങ്ങനെയാണ്. അല്ല, ധാർമ്മിക പ്രശ്നവും നിയമപ്രശ്നവും കരാർ അങ്ങനെയാണ്. അനുസരിച്ചാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഒരു പാളിച്ചയും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് VD സതീശൻ ഇതിനകത്ത് എന്തെങ്കിലും ഷെയ്ഡി ആയിട്ടുള്ള ഡീലിംഗ്സ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടുന്ന കാര്യമാണ്. അതല്ലാതെ നിലവിൽ ഒന്നും തന്നെ പറയാൻ കഴിയില്ല. ഇനി ധനവകുപ്പും തുറമുഖവും നിയമവും ഒക്കെ അദ്ദേഹം ഏറ്റെടുത്തത് എന്തിനാണ്? ഇതൊക്കെ മുന്നിൽ കണ്ടാണോ എന്നൊക്കെ ചോദിക്കാം. മംഗലാപുരം യാത്ര ഇതിനു വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതല്ല. മൂന്ന് പേരും കൂടി ഒരേ കാര്യം പറയേണ്ടതില്ല. അവർ റിപ്പോർട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ CMO കത്തയച്ചത്? നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ സുതാര്യമാണെങ്കിൽ എന്തിനാണ് CMO കത്തയച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ കത്തയച്ചത്. അല്ല, CMO കത്തയച്ചത് സുജയ പറഞ്ഞത് നമ്മള് ജോഷിയാണ് ചോദ്യം. ജോഷിയാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. ജോഷിയാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നത് അപ്പോഴത് വൈകി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു എന്താണ് ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദവും കേരളത്തിൽ നടക്കുന്ന ചർച്ചകളൊക്കെ കണക്കിലെടുത്ത് ഒരു കത്തയച്ചു. കത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ജോഷി വിജയകുമാർ ലക്ഷ്മി പത്മ, ജോഷി വിജയകുമാർ ലക്ഷ്മി പത്മ, ഒരു സമയം ഒരാൾക്കേ സംസാരിക്കാൻ ഈ ഡിബേറ്റിൽ അനുമതിയുള്ളൂ. അതാരാണെന്ന് നിങ്ങൾ തീരുമാനിച്ച ഓരോരുത്തർ വീതം സംസാരിക്കണം. ഒരേ സമയം സംസാരിച്ച പ്രേക്ഷകർക്ക് അലോസരം ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം സംസാരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കിടയിൽ ഒരു ധാരണ വേണം. മൂന്ന് പേർക്ക് സംസാരിക്കണ്ടേ? ജോഷി. ജോഷിയുടെ ഊഴമാണ്. മറ്റു രണ്ടുപേരും നിശബ്ദരാണ്. ഒരേ സമയം മൂന്ന് പേർ സംസാരിച്ചാൽ പ്രേക്ഷകർക്ക് അത് അലോസരമാണെന്ന് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മോഡറേറ്റർ നിലയിൽ ഞാൻ ആ കാര്യം പറയുന്നത്. ജോഷി. അത് പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കത്ത് പുറപ്പെടുവിച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കത്ത് അയച്ചു എന്ന് പറയുന്നതിന് അതിന് നിയമപരമായി യാതൊരു പ്രസക്തിയും ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മുഖ്യമന്ത്രിക്ക് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയോ സർക്കാരിനെയോ അവർ അനൗദ്യോഗികമായി അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അനൗദ്യോഗികമായി ഞങ്ങൾ ഇത്തരത്തിൽ പോകുന്നു. പക്ഷേ അതിനകത്തൊരു ടെക്നിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ഈ കത്ത് കിട്ടാത്തിടത്തോളം കാലം നിയമസഭയിൽ പറയാൻ കഴിയില്ല. കത്ത് കിട്ടിയെങ്കിൽ മാത്രമേ തന്നെ അറിയിച്ചു എന്ന് പറയാൻ കഴിയൂ. അവിടെയാണ് ഈ സെബി ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നൂലാമാലകളുള്ള, അതായത് ഈ പറയുന്ന സെബി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ സെബിയുടെ അപ്രൂവലിന് ശേഷം മാത്രമേ അത് പബ്ലിക് അനൗൺസ്മെന്റ് നടത്താവൂ എന്നുള്ളതാണ് ചട്ടം. പബ്ലിക് അനൗൺസ്മെന്റ് മാധ്യമങ്ങളിലൂടെയോ പത്രങ്ങളിലൂടെയോ മറ്റ് ആളുകളെയോ അറിയിക്കണമെങ്കിൽ ഈ രണ്ടുപേർ തമ്മിലുള്ള പ്രാഥമിക ധാരണയുണ്ടല്ലോ, ആ പ്രാഥമിക ധാരണ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ അത് സെബിയുടെ അപ്രൂവലിന് ശേഷം മാത്രമേ നടത്താവൂ എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല എന്നൊരു പരസ്യ നിലപാട് നിയമസഭയിൽ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് കത്തയച്ചത്.
മുഖ്യമന്ത്രി അയച്ച കത്തിന്റെ അടിസ്ഥാനം അതിൽ കാര്യമുണ്ട്. അതിൽ കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരാം. വിവാദങ്ങൾക്ക് ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഒരു കത്തയച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല. നിയമവകുപ്പിലേക്ക് ഇത് കൃത്യമായി പോകാനുള്ള കാരണം ഇങ്ങനൊരു അപേക്ഷ പോകേണ്ടത്, അതായത് പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി വഴി സംസ്ഥാന നിയമവകുപ്പിന്റെ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്റിംഗിനായിട്ട് ഈ 49% ഓഹരി കൈമാറ്റത്തിന്റെ അനുമതി തേടിക്കൊണ്ട് അദാനി ഗ്രൂപ്പ് പ്രയർ അപ്രൂവലിന് അപേക്ഷ കൊടുക്കണം. അതൊരു റൂളാണ്. അത് പാലിച്ചിട്ടില്ല എന്നതാണ് വി ഡി സതീശൻ സമ്മതിക്കുന്നത് ഈ കത്തയക്കലിലൂടെ. അത് നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുക? അല്ല, അവിടെയാണ് പ്രശ്നം. അല്ല, അവിടെയാണ് നിയമപ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ അപ്രൂവലിന് പോകേണ്ടത് സെബി അപ്രൂവലിന് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സെബിയുടെ അപ്രൂവലിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കലേക്ക് ഇത് പോകേണ്ടത്. അല്ല, അപ്പോൾ ഞാൻ രണ്ടാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കേണ്ടത് പബ്ലിക് ലിസ്റ്റിംഗിന് ശേഷമല്ല. വെറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കേണ്ടത്? അല്ല, അത് മതിയെന്നേ. അത് മതി. നിയമപ്രകാരം അത് മതിയെന്നേ. നിയമപ്രകാരം അങ്ങനെയല്ല. അതെവിടെയാണ് പറയുന്നത്? അതെവിടെയാണ് പറയുന്നത്? അത് CMOയ്ക്ക് അറിയില്ലേ? വി ഡി സതീശൻ അറിയില്ലേ? പ്രതിപക്ഷ നേതാവിന് അറിയില്ലേ? നിങ്ങൾക്ക് 3 പേർക്കേ അറിയുള്ളൂ. അല്ല, അത് CMOയോട് ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയതാണ് ശരിയെന്ന് വിചാരിക്കരുത്. CMO അല്ലെങ്കിൽ ഇങ്ങനെ വസ്തുതാപരമായി പിശകുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ വസ്തുതാപരമായി പിശകുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കോട്ട് ചെയ്യുകയല്ല. CMO കത്തയച്ചത് എന്തിനാണ്? ജോഷി, CMO കത്തയച്ചത് എന്തിനാണ്? CMOയുടെ കത്തിന്റെ കണ്ടന്റ് എന്താണ്? CMOയുടെ കത്തിന്റെ കണ്ടന്റ് എന്താണ്? അത് പറയൂ. ഉള്ളടക്കം എന്താണ്? CMO അയച്ച കത്തിന്റെ കണ്ടന്റ് എന്താണ്? ഉള്ളടക്കം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കത്തിന് പ്രസക്തിയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കത്തിന് പ്രസക്തിയില്ലെങ്കിൽ അങ്ങനെ ഒരു കത്തയക്കുന്നത് എന്തിനാണ്? കത്തയക്കുന്നത് എന്തിനാണ്? രാഷ്ട്രീയ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അദാനി ഒരു രാഷ്ട്രീയ നേതാവല്ല. അദാനി ഒരു രാഷ്ട്രീയ നേതാവല്ല. ലക്ഷ്മി പത്മ അദാനി ഒരു രാഷ്ട്രീയ നേതാവല്ല. ഞാൻ ടെക്നിക്കലി എന്റെ ഇഷ്ടത്തിന് സംസാരിക്കേണ്ട. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സമർത്ഥിക്കാനും നോക്കേണ്ട. അത് എതിർക്കും. പറ്റില്ല. ടെക്നിക്കലി അല്ല, ഫാക്ച്വലി സംസാരിക്കണം. ജോഷി കുര്യൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ് പറയൂ. ടെക്നിക്കലി പറഞ്ഞിട്ട് കാര്യമില്ല. ഫാക്ട് കൂടി വേണം. ഈ കത്ത് ഒരു നിയമപരമായ നടപടിക്രമമല്ല. ഈ കത്ത് ഒരു വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.